സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഇല്ല, അത് ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്നിട്ടോ അല്ലെങ്കിൽ ഒരു കൗൺസിൽ ചെയ്തിട്ടോ അതൊന്ന് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും നമ്മുടെ അടുത്ത് വരാറുണ്ട്. പക്ഷേ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതിൻ്റെ ഒരംശം പോലും സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് ആരും സംസാരിക്കാറില്ല. ആർക്കും അതൊരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം എന്തൊരു കാര്യം ഇംപ്രൂവൈസ് ചെയ്യണമെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സെൽഫ് എസ്റ്റീമിലാണ്. സെൽഫ് എസ്റ്റീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാഭിമാനം, എനിക്ക് എന്നോടുള്ള ആദരവ്, ബഹുമാനം, അതൊക്കെ തന്നെയാണ് സെൽഫ് എസ്റ്റീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പലരും പറയുന്നത് കേട്ടില്ലേ, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല മാം, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ തന്നെ പറയുന്നതാണ് എനിക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല, എൻ്റെ ചെയ്തികൾ ഇഷ്ടമല്ല, എൻ്റെ സംസാരം ഇഷ്ടമല്ല, എൻ്റെ പെരുമാറ്റങ്ങൾ ഇഷ്ടമല്ല, എൻ്റെ അപ്പിയറൻസ് ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റി പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കുന്നില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ നമുക്ക് പരാതി പറയാൻ പറ്റും. കാരണം നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ മറ്റൊരാളുടെ നമ്മളെടുത്ത് സ്നേഹിക്കണം, നമ്മളെ കൂടുതൽ കെയർ ചെയ്യണം എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റുക? അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്തൊരു കാര്യം നിങ്ങൾ ഇംപ്രൂവൈസേഷന് ശ്രമിക്കുന്നുണ്ടോ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് എസ്റ്റീം എന്നുള്ളത്, ആത്മാഭിമാനം എന്നുള്ളത്. ആത്മാഭിമാനം എത്ര കണ്ട് ചെറുതാകുന്നോ അതുപോലെ തന്നെയാണ് ആത്മാഭിമാനം എത്ര കണ്ട് വലുതാകുന്നോ, ഇത് രണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. സെൽഫ് എസ്റ്റീം എത്ര കണ്ട് ഇല്ല എന്ന് പറയുന്നോ അത്ര കണ്ട് തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് എസ്റ്റീം കൂടിയാലും. അപ്പോൾ ഇത് രണ്ടും ഒരേ ലെവലിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് സെൽഫ് എസ്റ്റീം ഇല്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആത്മാഭിമാനം ഇല്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫ് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് കാണാറുണ്ട്. അവരുടെ ജീവിതത്തിൽ ഡ്രസ്സാണ്, അവരെ പോലെ പെരുമാറാൻ പറ്റില്ല, അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന പലരും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തിനേയും പുച്ഛഭാവത്തിൽ കാണുന്നവരും. എന്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അവർക്കൊരു പുച്ഛമായിരിക്കും, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കില്ല, നമ്മുടെ അപ്പിയൻസ് അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല, എന്തൊരു കോലാണ് നിന്റെ, അല്ലെങ്കിൽ എന്ത് ഡ്രസ്സാണ് നീ ഇട്ടേക്കുന്നത് എന്നൊക്കെ കണ്ടിട്ട് പലപ്പോഴും നമ്മുടെ അടുത്ത് പുച്ഛത്തിൽ സംസാരിക്കുന്നവരുണ്ട്. അവർക്ക് ആത്മാഭിമാനം കൂടുതലാണ്, അവരാണ് ഇവിടുത്തെ കിങ് എന്നുള്ള ഒരു തരത്തിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആത്മാഭിമാനം കുറഞ്ഞാൽ, അതായത് സെൽഫ് എസ്റ്റീം ഇല്ല എങ്കിൽ എത്ര കണ്ട് നമ്മൾ അധംപതിക്കുന്നുവോ അതുപോലെ തന്നെയാണ് സെൽഫ് എസ്റ്റീം കൂടിയാലുള്ള അവസ്ഥ. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഒരു അഹങ്കാരിയായിട്ട് പലപ്പോഴും മുദ്രകുത്തപ്പെടും. അതായത് സെൽഫ് എസ്റ്റീം എന്നുള്ളത് ഞാനെന്ന ഭാവവും ആത്മാഭിമാനവും തമ്മിൽ വളരെ ചെറിയ ഒരു വേർതിരിവ് മാത്രമേ ഉള്ളൂ. ഈ വേർതിരിവ് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും സെൽഫ് എസ്റ്റീം അധികമുള്ളവരെ നമ്മൾ അഹങ്കാരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. അഹങ്കാരി എന്നൊരു പേര് വീഴാതെ എങ്ങനെയാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അതായത് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുക എന്നുള്ള ഒരു കാര്യം. നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക, നമ്മുടെ കുറവുകളും കുറ്റങ്ങളും നമ്മൾ സ്വയം അറിയുകയും അതിനെ സ്നേഹിക്കുക. നമ്മൾ ഇങ്ങനെയാണ്, നമുക്ക് ആ ഒരു കാര്യത്തിൽ എങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആര് വേണമെങ്കിലും ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ എങ്ങനെയാണ്, ഏതൊരു മനുഷ്യനെ എടുത്തു നോക്കിക്കോളൂ, അവരൊന്നും പെർഫെക്റ്റ് അല്ല, അവർക്ക് എല്ലാവർക്കും തന്നെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. നമ്മളും അതുപോലെ തന്നെയാണ്, നമുക്കും ഉണ്ട് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും. എങ്കിലും നമുക്ക് നമ്മളെ സ്നേഹിക്കാനാവും. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു നിമിഷത്തിൽ തിരുത്താൻ പറ്റുന്നവ തിരുത്തിക്കൊണ്ട് തന്നെ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാനായിട്ട്, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ.